ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഒരു റിയലിസ്റ്റിക് ഫേസ് എങ്ങനെ വരയ്ക്കാനാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഇതുപോലെ ഇങ്ങനെ ഒരു ഫോണിലുള്ള ഒരു ഫോട്ടോ നോക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് പേപ്പറിൽ എങ്ങനെ വരയ്ക്കാനാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്നത് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരച്ചിട്ട് റെഡി ആവണില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഒന്നും എളുപ്പമല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ റെഡി ആവുള്ളൂ. അപ്പോൾ ഞാനും വരച്ചു തുടങ്ങുമ്പോൾ ആ പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഞാൻ വരച്ചു തുടങ്ങിയപ്പോൾ ഇതാണ് ഞാൻ വരച്ചു തുടങ്ങിയ പിക്ക്. ലാലേട്ടനെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ലാലേട്ടനാന്ന് എഴുതി വെച്ചാൽ പോലും മനസ്സിലാവില്ല, അതുപോലെയാണ് ഞാൻ വരച്ചേക്കണത്. പക്ഷേ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് വരച്ച പിക്കാണ് ഇത്. ഇതിൽ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഞാനും നിങ്ങളുടെ പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമ്മുടെ ഈ ഡ്രോയിങ് സ്കിൽസൊക്കെ കൂടുള്ളൂ. അപ്പോൾ നിങ്ങൾ 1-2 വട്ടം റെഡി ആയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ വീണ്ടും അതിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഒക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റായി വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഞാനിവിടെ വരയ്ക്കാൻ യൂസ് ചെയ്യണത് 130 GSMൻ്റെ ഡ്രോയിങ് ഷീറ്റ്സ് ഉള്ള ബുക്കാണ്. നിങ്ങൾക്ക് 130 GSM അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ കൂടുതൽ GSM ഉള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ കട്ടി കൂടിയ പേപ്പേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കാം വരയ്ക്കുമ്പോൾ. അപ്പോഴാണ് ആ ഷെയ്ഡിങ് ഒക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നോക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാത്. അവിടെ ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ടാണ് ഫേസ് വരച്ചെടുക്കാൻ പോണേ. ഞാൻ ഈ ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് വരയ്ക്കാന്നുള്ള വീഡിയോ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളവിടെ ഞങ്ങളുടെ ഐ ബട്ടണിൽ കൊടുക്കാം, അത് പോയിട്ട് കണ്ടിട്ട് വരാം. ആ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ ഗ്രിഡ് ലൈൻസിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇവിടെ ഐ ബട്ടണിൽ പോയിട്ട് കാണാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വരയ്ക്കാൻ പോണ പിക്കിൽ നമുക്ക് ഗ്രിഡ് ലൈൻസ് ഇട്ട് എടുക്കണം. ഞാനിവിടെ ഒരു ദുൽഖർ സൽമാൻ്റെ പിക്കാണ് എടുക്കണേ. അപ്പോൾ ഞാനിത് ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞ ആപ്പിൽ ഇട്ടിട്ടാണ് ഗ്രിഡ് ലൈൻസ് ഇട്ട് എടുക്കണേ. ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് കാണാൻ പോയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്രിഡ് ലൈൻസ് ഇട്ട് എടുക്കാം. ഈ ആപ്പിൽ ഗ്രിഡ് ലൈൻസ് എത്ര എണ്ണം വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ ഗ്രിഡ് ലൈൻസിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ പറ്റണ ആപ്പാണ്. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ചെയ്തിട്ട് പിക്ക് സേവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. നമ്മൾ ഓരോ ബോക്സിലും നമ്മുടെ ഈ ഗ്രിഡ് ഇട്ടേക്കണ പിക്കിൽ ഉള്ള പോലെ തന്നെ നമ്മുടെ ഈ പേപ്പറിലും വരച്ചെടുക്കുക. അതപ്പോൾ ഞാൻ ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ചെയ്ത് ആദ്യം എടുക്കുക. അപ്പോൾ നമ്മൾ ആ ഡീക്വിൻ്റെ പിക്കിൻ്റെ ഔട്ട്ലൈൻ ആദ്യം ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഷെയ്ഡിങ് ഒക്കെ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ നമ്മുടെ പിക്ക് ഫുള്ള് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റഫ് ഔട്ട്ലൈൻ കൊടുത്താൽ മതി. അധികം ഡാർക്കനായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് നൈസായിട്ട് ചെയ്യാൻ പാടുള്ളൂ. കടുപ്പിച്ച് വരയ്ക്കാനേ പാടില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഞാനിവിടെ യൂസ് ചെയ്യണ പെൻസിൽസ് എന്ന് പറയുന്നത് ആർട്ട് ലൈൻ്റെ പെൻസിൽസാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെൻസിൽസാണ്. നിങ്ങൾക്കിത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ പെൻസിലൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത്, നമുക്ക് ഹെയറൊക്കെ വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാം. അത് 3 ടൈപ്പാണ്: ഹാർഡ്, സോഫ്റ്റ്, മീഡിയം. അത് 3 തരം. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഒരു ഇറേസർ വേണം. പിന്നെ നമുക്ക് ഇതൊക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബ്രഷ്. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ടൂൾസ് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതുപോലെ മോണോ സീറോ ഇറേസർ, അതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ നമുക്ക് ലാസ്റ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇതുപോലെ വൈറ്റ് ജെൽ പെന്നും അതുപോലെ ഡൂഡിൽ പെന്നാണ് ഞാൻ യൂസ് ചെയ്യണേ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ടൂൾസ്. ഞാനിതെല്ലാം വേണമെന്നൊന്നും പറയില്ല. നിങ്ങൾ നന്നായിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ ഇത്രയൊക്കെ വേണ്ടു. അല്ലെങ്കിൽ നിങ്ങൾ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ആ പിക്ചർ നന്നായി മനസ്സിലാക്കണം. നന്നായി അനലൈസ് ചെയ്ത് എവിടെ നിന്നൊക്കെയാണ് ലൈറ്റ് വരണേന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ പിക്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഷെയ്ഡ് ചെയ്യണം.
അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് കൂടുതൽ ഡാർക്കറായിട്ടിരിക്കുന്ന പോർഷൻ. കണ്ട നമ്മൾ പിക്ക് അങ്ങനെ നോക്കിയിട്ട് ഇവിടെ നിന്നാണ് ലൈറ്റ് വരണതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഷെയ്ഡ് ചെയ്ത് തുടങ്ങാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു HB പെൻസിൽ യൂസ് ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡ്സ് ഉള്ള പോർഷൻസൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ ആദ്യം ഒരു ലെയർ ഷെയ്ഡ് ചെയ്തെടുക്കുക, എന്നിട്ട് അത് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു വട്ടം കൂടിയും ഒരു ലെയറും കൂടി ഷെയ്ഡ് ചെയ്യുക, എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ പിക്കിൽ ഈ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കുറച്ചും കൂടി ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്ത ഷെയ്ഡ് വെച്ചിട്ട് അടുത്ത ഗ്രേഡ് ആയിട്ടുള്ള 2B വെച്ചിട്ട് ഉള്ള പെൻസിൽ വെച്ചിട്ട് ആ ഡാർക്കറായ പോർഷൻസ് ഒന്നുകൂടിയും ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് അത് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്താലാണ് ആ സ്കിന്നിൻ്റെ ടോണ് നമുക്ക് വരുള്ളൂ. ഇനി നമുക്ക് ഹെയർ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2B പെൻസിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡയറക്ഷനിലേക്ക് ഷെയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2B പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിനേക്കാൾ ഡാർക്കറായിട്ടുള്ള പെൻസിൽസ് വെച്ച് വീണ്ടും ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇനി ഡീറ്റെയിലിങ് ചെയ്യാനായിട്ട് 8B പെൻസിൽ എടുത്തിട്ട് നമ്മുടെ ഹെയർ ഏത് ഡയറക്ഷനിലേക്കാണോ നിൽക്കണേ ആ ഡയറക്ഷനിലേക്ക് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഹെയർ ഫുള്ള് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ ഈ ഹെയറിൻ്റെ ഷാഡോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അത് ശരിയാക്കി കൊടുക്കുക. നമുക്ക് ഫേസ് ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങാം. ഫേസിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ HB പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒരു ലെയർ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മുകളിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രിഡ് ലൈൻസ് എങ്ങനെ മാറ്റണേന്ന്. അപ്പോൾ നമ്മൾ ഓരോ പോർഷൻ വരച്ചു തുടങ്ങുമ്പോഴും അവിടുത്തെ ഗ്രിഡ് ലൈൻസ് മാറ്റി തുടങ്ങുക. അങ്ങനെയാണ് ഞാൻ ചെയ്യണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ആദ്യം തന്നെ ഗ്രിഡ് ലൈൻസ് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രിഡ് ലൈൻസ് മാറ്റി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഓരോ പോർഷൻ ഷെയ്ഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ഗ്രിഡ് ലൈൻസ് മാറ്റി വരാണ് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HB പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ട പോർഷനാണ് ഈ കണ്ണിൻ്റെ പോർഷനൊക്കെ. നമ്മൾ പിക്കിൽ എവിടേക്കാണോ ഡാർക്കനായിട്ടിരിക്കുന്ന പോർഷൻ അവിടെ 2B പെൻസിൽ വെച്ചിട്ടും അതുപോലെ 4B പെൻസിൽ വെച്ചിട്ടും ഷെയ്ഡ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ HB പെൻസിൽ വെച്ച് ഫസ്റ്റ് ലെയർ കൊടുക്കുക. അതിൻ്റെ മുകളിലാണ് ഈ 2B പെൻസിൽ വെച്ചിട്ടും 4B പെൻസിൽ വെച്ചിട്ടും ഡാർക്കറായ ഭാഗങ്ങൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ മീശയൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ അത് ഏത് ഭാഗത്തേക്കാണ് നിൽക്കണേ ആ പോർഷനിലേക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിലിങ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡൂഡിൽ പെൻ വെച്ചിട്ട് കുറച്ചും കൂടി ഡാർക്കറായ പോർഷൻസൊക്കെ ഒന്ന് വരച്ച് വയ്ക്കുക. കണ്ണിൻ്റെ പോർഷനൊക്കെ നമ്മൾ ഡൂഡിൽ പെൻ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്ലാക്കായിട്ടിരിക്കുന്ന പോർഷൻസിന് ബ്ലാക്കായിട്ട് വരച്ച് കൊടുക്കുക. അതുപോലെ ഹെയറിൻ്റെ സ്ട്രാൻഡ്സ് അതുപോലെ പിരികൻ അതൊക്കെ നമ്മൾ ഡൂഡിൽ പെൻ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഷർട്ടൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചാർക്കോൾ പെൻസിലാണ് യൂസ് ചെയ്യണേ. ചാർക്കോൾ പെൻസിലിൻ്റെ ന്യൂട്രൽ എന്ന് പറഞ്ഞ ഷെയ്ഡ് അത് യൂസ് ചെയ്ത് ആദ്യം ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഡാർക്കറായ പോർഷൻസ് ഒന്നും കൂടിയും നമ്മൾ ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഷർട്ടിൽ എവിടേക്കാണോ ഡാർക്കറായിട്ടിരിക്കണേ അതുപോലെ സാധാരണ നമ്മൾ വരയ്ക്കണ പോലെ തന്നെ ആദ്യം നമ്മൾ ഈ ന്യൂട്രൽ ആയിട്ടുള്ള ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഒരു ലെയർ അടിച്ചിട്ട് അതിന് മുകളിൽ എവിടേക്കാണോ ഡാർക്കർ പോർഷൻ വരണേന്ന് നമ്മുടെ പിക്കിൽ നോക്കിയിട്ട് അവിടെയൊക്കെ നമ്മൾ ഡാർക്കൻ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ്, അധികം പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ സമയം എടുത്ത് ചെയ്യുക, അപ്പോഴാണ് നമ്മുടെ പിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ഐഡിയ ആയിട്ട് വരാം. ബൈ.